ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എങ്ങനെയുണ്ട് എന്റെ മോന്? ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു. അതനുസരിച്ച് നവീന് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ തളർച്ചയുടെയും ശരീരത്തിലുള്ള പാടുകളുടെയും കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. കൂടുതൽ ചെക്കപ്പുകൾ എന്തെങ്കിലും? നാളെ ന്യൂറോ സർജൻ വരുന്നുണ്ട്. അദ്ദേഹം ഒന്ന് വന്ന് ചെക്ക് ചെയ്യട്ടെ. അതിനുശേഷം ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. തൽക്കാലം ആളുടെ ജീവൻ ആപത്തൊന്നുമില്ല. എന്തൊരു കഷ്ടം ഇത്. ഡോക്ടർമാർക്ക് പോലും ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്ന് വെച്ചാലും. സുമിത്രേ, നീ മോന്റെ അടുത്ത് പോയിരിക്കേ. അച്ഛാ, കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് മാറുന്നല്ലേ നല്ലത്. അതൊന്നും വേണ്ട. മോനെ, നവീനെ, എങ്ങനെയുണ്ട് അമ്മേ? മോനെ, ഇതേച്ചി, സുനന്ദ അതിങ്ങെടുത്തേ. എടുക്കണ്ടേച്ചി, കൂടുതൽ സംസാരിക്കണ്ട. എടുക്കാണ്ട് പറ്റുമോ? അവളോ ഗോപാലനോ ആണെങ്കിലോ? നീ ഇത് പിടിച്ചേ. ഹലോ, കൃഷ്ണയുടെ അമ്മയല്ലേ? ആ അതെ. എന്റെ പേര് നന്ദഗോപാല്. കളരിക്കൽ തറവാട്ടിലെയാ. മുമ്പ് കൃഷ്ണ തറവാട്ടിലൊരു സർപ്പകാലത്തിന് വന്നിരുന്നു. ആ അറിയാം. എന്റെ മകൻ സർപ്പശാപം കൊണ്ട് ബുദ്ധിമുട്ടുക. അവന്റെ ജീവൻ തന്നെ അപകടത്തിലാണെന്നാ പൂജാരി പറഞ്ഞേക്കുന്നത്. കൃഷ്ണമോളൊന്ന് വന്നിരുന്നെങ്കിൽ, കൃഷ്ണമോള് വന്ന് പരിഹാരം ചെയ്താൽ മാത്രമേ എന്റെ മോനെ രക്ഷിക്കാൻ പറ്റൂന്നാ പറഞ്ഞിരിക്കുന്നത്. എന്റെ മോൾക്ക് അങ്ങനെയുള്ള സിദ്ധിയൊന്നുമില്ല. അതൊക്കെ വെറുതെ. ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ അപേക്ഷയാ. തള്ളിക്കളയരുത്. മകളെ ഒന്ന് ഇവിടം വരെ അയക്കണം. ഒരാളുടെ അസുഖത്തിന്റെ കാര്യമാവുമ്പോ അത് മാനിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ എന്റെ മോള് എന്റെ അടുത്തില്ല. അറിയാം. സുരേന്ദ്രനോട് ഞങ്ങൾ ചോദിച്ചിരുന്നു, എപ്പോഴാ മോള് വരിക? എപ്പോഴാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എപ്പോഴാണോ എന്റെ മോൾ എന്നെ വിളിക്കുന്നേ, അപ്പൊ ഞാൻ അവളോട് കാര്യം പറയാം. അങ്ങോട്ട് വരാനും പറയാം. മതി. എന്റെ മോനെ രക്ഷിക്കാൻ നിങ്ങളുടെ മോൾക്കേ പറ്റൂ. ഞങ്ങളെ സംബന്ധിച്ച് കൃഷ്ണമോളിപ്പോ ദൈവത്തിന്റെ സ്ഥാനത്താ. ആ ഞാൻ വിടാന്ന് പറഞ്ഞല്ലോ. എത്രയും പെട്ടെന്ന് തന്നെ അയക്കാം. ആ, ഞാൻ ഇടയ്ക്ക് വിളിക്കാം. എന്താ തങ്കേച്ചി? ആരുടെയോ ജീവൻ രക്ഷിക്കാൻ മോള് ചെന്നാലേ പറ്റുള്ളൂ എന്നാ പറയുന്നേ. അവളെ ജീവനോടെ കണ്ടെത്ത് എനിക്ക് പറ്റിയിട്ട് വേണ്ടേ. ഹലോ ജയ, നിങ്ങൾ അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോണം. എന്നിട്ട് കാട്ടിലേക്ക് കേറിക്കും. അവളെ അവിടെ വെച്ച് തീർക്കണം. ആരും ഒരു തെളിവും കണ്ടെത്താൻ പാടില്ല. ഒന്നെങ്കിൽ ഏതെങ്കിലും കൊക്കയിൽ വലിച്ചെറിയ, അല്ലെങ്കിൽ കാട്ടിലിട്ട് കത്തിച്ചേക്ക്. ശരി ചേച്ചി.